പാർട്ടിയായി മാറി. അധികാരമുള്ളവരോടൊപ്പം കടിച്ചു തൂങ്ങുന്നതാണ് ഇപ്പോൾ അവരുടെ രീതി. തമിഴ്നാട്ടിൽ DMK-യുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് TVK സർക്കാരിന്റെ ഭാഗമായ കോൺഗ്രസ് നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അധികാരത്തോടുള്ള അത്യാർത്തി മൂലം 3 പതിറ്റാണ്ടോളം കൂടെ നിന്ന സുഹൃത്തിനെ കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. രാഷ്ട്രീയ കാറ്റ് മാറിയെന്ന് കണ്ടപ്പോൾ DMK-യെ കോൺഗ്രസ് ഒറ്റിക്കൊടുക്കുകയായിരുന്നുവെന്നും മോദി വിമർശിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസിനെ താങ്ങി നിർത്തിയത് DMK-യാണ്. പ്രത്യേകിച്ച് 2014 മുമ്പുള്ള 10 വർഷം കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ നിലനിന്നത് DMK-യുടെ പിന്തുണയിലായിരുന്നു. എന്നാൽ അധികാരം നിലനിർത്താൻ മറ്റൊരു പാർട്ടിയെ കൂടി ആവശ്യമായി വന്നപ്പോൾ പഴയ സഖ്യകക്ഷിയെ അവർ കൈവിട്ടുവെന്നും മോദി പരിഹസിച്ചു. കോൺഗ്രസ് ഇപ്പോൾ ഒരു പാരാസൈറ്റ് പാർട്ടിയാണെന്നും മോദി വ്യക്തമാക്കി. ബംഗളൂരുവിലെ HAL വിമാനത്താവളത്തിന് സമീപം നടന്ന BJP പൊതുറാലിയിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി മോദി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സഖ്യകക്ഷികളെ പിന്നിൽ നിന്ന് കുത്തുന്നതും അധികാരത്തിനായി വിശ്വസ്തരെ വഞ്ചിക്കുന്നതും കോൺഗ്രസിന്റെ പാരമ്പര്യമാണെന്ന് മോദി സൂചിപ്പിച്ചു. കഴിഞ്ഞ 25-30 വർഷമായി കോൺഗ്രസിനെ കൈപിടിച്ചു നടത്തിയത് DMK-യാണ്. 2014 മുമ്പുള്ള 10 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന്റെ ആധാരശില DMK ആയിരുന്നു. എന്നാൽ അധികാരം കിട്ടാൻ വേണ്ടി DMK-യെ പോലും ഒറ്റിക്കൊടുക്കാൻ കോൺഗ്രസ് മടിച്ചില്ല. DMK എപ്പോഴും കോൺഗ്രസിനെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ അവസരം കിട്ടിയപ്പോൾ തന്നെ കോൺഗ്രസ് അവരെ വഞ്ചിച്ചു. അധികാരം മാത്രം ലക്ഷ്യമിടുന്നവർക്ക് സഖ്യധർമ്മം അറിയില്ലെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കർണാടകയിലും തമിഴ്നാട്ടിലും കോൺഗ്രസ് നടത്തുന്ന വിഭജന രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയണമെന്നും വികസനത്തിന് വോട്ട് ചെയ്യണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പശ്ചിമ ബംഗാളിലെയും ബീഹാറിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് സാക്ഷിയാകാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം തമിഴ്നാട്ടിൽ കോൺഗ്രസ് മന്ത്രിസഭയുടെ ഭാഗമാകാൻ പോകുന്നു എന്നതാണ് അധികാരമേറ്റതിന്റെ പ്രത്യേകത. 4 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന കോൺഗ്രസ് DMK സഖ്യം ഉപേക്ഷിച്ചാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് TVK സഖ്യം ചേർന്നത്. ഇതിന് കോൺഗ്രസിനെതിരെ DMK വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തിയെന്ന് വരെ കടുത്ത ആരോപണമാണ് DMK ഉയർത്തിയത്. എങ്കിലും ഭാവി കണക്കുകൂട്ടലുകളുള്ള നീക്കമാണ് കോൺഗ്രസ് തമിഴ്നാട്ടിൽ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വിജയുടെ പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയത്. ദക്ഷിണേന്ത്യയിൽ തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മതേതര ധ്രുവമായി വിജയ് മാറുമെന്ന് രാഹുൽ ഗാന്ധി കരുതുന്നതായും റിപ്പോർട്ടുകളുണ്ട്. തമിഴ്നാട്ടിൽ സഖ്യത്തിലായിരുന്നിട്ടും DMK-യുടെ സർക്കാരിൽ കോൺഗ്രസിന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. പുതിയ സഖ്യത്തിലൂടെ തമിഴ്നാട്ടിൽ പാർട്ടി വളർത്താനാകുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രതീക്ഷിക്കുന്നത്. വിജയും കോൺഗ്രസുമായി പഴയൊരു ബന്ധമുണ്ട്. 2009 വിജയ് കോൺഗ്രസ് പാർട്ടിയിൽ ചേരാൻ ആഗ്രഹിച്ചുവെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 2009 വിജയ് ദില്ലിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ സമയത്ത് വിജയ് കോൺഗ്രസിൽ ചേരുമെന്നും അദ്ദേഹത്തിന്റെ ആരാധക കൂട്ടായ്മ വിജയ് മക്കൾ ഇയക്കം കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും ശക്തമായ പ്രചരണമുണ്ടായിരുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ച വെറും ഒരു മര്യാദയുടെ പുറത്തുള്ളതായിരുന്നുവെന്നാണ് പിന്നീട് വിജയ് പറഞ്ഞത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.